ഇതുവരെ വന്നതും നിൽക്കുന്നതും പൊന്നേശുവിൻ കൃപയാ. ശരിയല്ലേ ഇത്? ഓ, ഇതുവരെ വന്നതും നിൽക്കുന്നതും പൊന്നേശുവിൻ കൃപയാ. എൻ കഴിവല്ല, എൻ പ്രവൃത്തിയല്ല, എൻ കഴിവല്ല, എൻ പ്രവൃത്തിയല്ല, പിന്നെ എന്താ? യേശുവിൻ കൃപയാൽ. എൻ കഴിവല്ല, എൻ കഴിവല്ല, എൻ പ്രവൃത്തി അല്ല, യേശുവിൻ കൃപയാൽ. ഞാനേതുമില്ല, ഞാനേതുമില്ല, ഞാനൊന്നുമില്ല, ഞാനാകുന്നതോ കൃപയാ. ഞാനേതുമില്ല, ഞാനേതുമില്ല, ഞാനൊന്നുമില്ല, ഞാനാകുന്നതോ കൃപയാ. എന്നാരോഗ്യവും എന്നാരോഗ്യവും എൻ്റെ നന്മകളും എൻ്റെ ഉയർച്ചകളും കൃപയാ. എന്നാരോഗ്യം, എൻ്റെ നന്മകൾ, എൻ്റെ ഉയർച്ചകളും അങ്ങയുടെ കൃപയാ, കൃപയാ. എന്നാരോഗ്യവും എന്നന്മകളും എന്നുയർച്ചകളും കൃപയാ. കർത്താവിനോട് പറയാമോ? ഞാൻ ഏതുമില്ലപ്പോ, അങ്ങയുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ലപ്പോ. പക്ഷെ എന്നെ ഞാനാക്കി മാറ്റിയത്, എന്നെ ഞാനാക്കി മാറ്റിയത്, എന്നെ നല്ലൊരു വ്യക്തിത്വമാക്കി മാറ്റിയത് അങ്ങയുടെ കൃപയാണെന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? ഞാനേതുമില്ല, ഞാനൊന്നുമില്ല, ഞാനാകുന്നതോ കൃപയാ. എൻ്റെ ആരോഗ്യം, എനിക്കുള്ള നന്മകൾ പറയാമോ? എൻ്റെ നന്മകളും എൻ്റെ ഉയർച്ചകളും കൃപയാ. അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താലാണ് ഞാൻ ജീവിക്കുന്നതെന്ന്, അങ്ങയുടെ കൃപയാണ് എന്നെ നടത്തുന്നതെന്ന് എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം കടന്നു പോകുന്നതിന് മുൻപ് ഹല്ലേലൂയ, കർത്താവിനോട് നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയുവാനുള്ള സമയമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കർത്താവിനോട് പറയാം നിങ്ങളുടെ കാര്യങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറയുമ്പോൾ, ഇന്ന് നിങ്ങൾ ഇവിടുന്ന് കടന്നു പോകുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് വഴികൾ തുറക്കുവാൻ, ഹല്ലേലൂയ, പുതിയ വഴികൾ ഒരുക്കുവാൻ കർത്താവിന് സാധിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുന്ന ഒരു പകൽക്കാലമാണ്. ഹല്ലേലൂയ. അതിനൊന്നു മാത്രം ചെയ്താൽ മതി. അപ്പാ, ഞാൻ ഒന്നുമില്ലപ്പാ, എനിക്ക് എന്തെങ്കിലും ആകണമെങ്കിൽ അങ്ങയുടെ കൃപ എന്നോട് വേണമെന്ന് കർത്താവിനോടൊന്ന് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. ഞാൻ ഇതുവരെ വന്നതൊന്നും എൻ്റെ കഴിവൊന്നുമല്ല കർത്താവേ, അങ്ങയുടെ കൃപയാണെന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? ഹല്ലേലൂയ. അങ്ങനെ ഒന്ന് പറയുമ്പോൾ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. ജീസസ്. ഒരിക്കലും ഇത് നിങ്ങളെ സംബോധന ചെയ്ത് നിൽക്കുമെന്ന് ഞാൻ കരുതിയതല്ല. ഹല്ലേലൂയ. എൻ്റെ ഈ വലത് ഷോൾഡറിൻ്റെ ഈ ഒരു വശം മുഴുവൻ ഭയങ്കര പെയിനാൽ ഞാൻ ഭാരപ്പെട്ടു. ഞാൻ ഇവിടെ കടന്നു വന്നപ്പോൾ ഞാൻ സിസ്റ്ററിനോടും പാസ്റ്ററിനോടും ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, രാത്രി ഉറങ്ങുവാൻ കഴിയാത്ത വിധത്തിൽ 3 ദിവസമായിട്ട് എൻ്റെ ഈ ഷോൾഡറിന് വലിയ പെയിനാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ, ഇവിടെ വന്ന് ഞാൻ നിങ്ങളെ സംബോധന ചെയ്ത് നിന്ന് പാടുമ്പോൾ എനിക്ക് ആ പെയിനില്ല കേട്ടോ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. ഇത്ര ശക്തിയോട് ഞാൻ പാടുന്നെങ്കിൽ അതെൻ്റെ കഴിവല്ല. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഇവിടെ വന്ന് നിങ്ങളെ സംബോധന ചെയ്ത് നിൽക്കണമെന്ന് എൻ്റെ കർത്താവ് മുന്നമേ കരുതിയതാ. ഹല്ലേലൂയ.
എങ്കിൽ നാം ഒരു കാര്യം ചിന്തിക്കണം. ഞാൻ ഇവിടുന്ന് വണ്ടി ഓടിച്ചു ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ ഒറ്റ പദമേ ഉള്ളൂ, അപ്പാ. ഞാൻ അവിടെ ചെന്ന് ഈ പുൾപിറ്റിൽ കയറുന്നതിന് മുൻപ് എൻ്റെ ഈ വേദന മാറണം. എനിക്ക് പാടണമെങ്കിൽ, എനിക്ക് മൈക്കെടുത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്യണമെങ്കിൽ എനിക്ക് എൻ്റെ കരം മുകളിലോട്ട് പൊങ്ങിയേ പറ്റത്തുള്ളൂ. ഇന്ന് ഞാൻ ഒന്ന് പറയാം, എനിക്ക് വിടുതലയച്ച ഒരുവനുണ്ടെങ്കിൽ അവൻ നിങ്ങൾക്ക് വിടുതൽ തരാൻ ശക്തനാ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ഞാൻ പറഞ്ഞത് കൂട്ട്, ഞാൻ ഒന്നുമില്ലെന്ന് എൻ്റെ അപ്പൻ്റെ മുമ്പിൽ ഒന്ന് സമ്മതിക്കാമെങ്കിൽ, അങ്ങയുടെ കൃപയുള്ളത് കൊണ്ട് ഞാൻ ജയാളിയാണെന്നൊന്ന് പറയാമെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങൾ വലിയൊരു ദൈവപ്രവൃത്തി കണ്ടിട്ട് ഇവിടെ നിന്ന് മടങ്ങത്തുള്ളൂ. ഹല്ലേലൂയ. ഞാനൊന്നുമില്ല, ഞാനാകുന്നതോ എൻ്റെ ആരോഗ്യവും എൻ്റെ നന്മകളും ചേർന്നൊരുമിച്ച് എന്നാരോഗ്യവും എൻ്റെ ഉയർച്ചകളും കൃപയാ. എന്നാരോഗ്യവും കൃപയാ.